ഹായ് ഗൈസ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് വിഷനിലേക്കുള്ള വാശേറി വീണ്ടും ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെയുള്ള റൺ ഓഫ് ഷോട്ട് സ്റ്റാറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 13 മത്സരാർത്ഥികളാണുള്ളത്. 13 മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി നോട്ട് ചെയ്യുക. അതോടൊപ്പം വരുമണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസും ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം. ഏതായാലും രാവിലെ 7 മണിയുള്ള വോട്ടിംഗ് സ്റ്റാറ്റിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പാറ പോലെ 1ാം പൊസിഷനിൽ ഉറച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോൾ. 15,107 വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുകയാണ്. അനീഷിൻ്റെ പൊസിഷനും യാതൊരു മാറ്റമില്ലാണ്ട് തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അനുമോളിൻ്റെ തൊട്ട് പിന്നിലായി 13,122 വോട്ട് നേടി 2ാം പൊസിഷനാണ് നിലകൊള്ളുന്നത്. 3ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് നൂറയുടെ സപ്പോർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ടും അതോടൊപ്പം 3ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നു. 12,345 വോട്ടോട് കൂടിയാണ് 3ാം പൊസിഷനിലുള്ളത്. 4ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. അക്ബർ ഖാൻ ഇപ്പോൾ നല്ലൊരു മികച്ച ഒരു പോരാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. 12,123 വോട്ട് നേടി 4ാം പൊസിഷനിലാണുള്ളത്. 5ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ബിന്നി സെബാസ്റ്റ്യൻ കയറി വന്നിരിക്കുകയാണ്. ആര്യനെ അട്ടിമറിച്ചുകൊണ്ടാണ് ബിന്നി സെബാസ്റ്റ്യൻ 5ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 9,345 വോട്ടോട് കൂടി 5ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 6ാം പൊസിഷനിലേക്ക് ആര്യൻ തള്ളപ്പടി കാണിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആര്യൻ പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 9,100 വോട്ടോട് കൂടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ റന ഫാത്തിമ തന്നെ തുടരുകയാണ്. റന ഫാത്തിമയുടെ പൊസിഷൻ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ്. 8,677 കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിലാണ് 7ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 8ാം പൊസിഷനിൽ നെവിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 6ാം പൊസിഷനിൽ നിന്ന് പിന്തള്ളപ്പെട്ടതിന് ശേഷം ഒരു ഘട്ടത്തിലും മുന്നിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ 8,443 വോട്ട് നേടി 8ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 9ാം പൊസിഷനിൽ വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. വേദലക്ഷ്മിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. നെവിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8,233 വോട്ടിൻ്റെ ബലത്തിലാണ് 9ാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. 10ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷ് നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ 8,089 വോട്ട് നേടി 10ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്ക് മാറിയിരിക്കുകയാണ്. 11ാം പൊസിഷനിൽ മസ്താനി തന്നെയാണ് തുടരുന്നത്. മസ്താനിക്ക് ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഏത് നിമിഷവും വേണമെങ്കിലും മസ്താനിക്ക് മുന്നോട്ട് വരാം. ഇപ്പോൾ 7,906 വോട്ട് നേടി 11ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. ഇപ്പോൾ 7,689 എന്ന നല്ലൊരു വോട്ട് നേടാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് പ്രവീണിന് വളരെ നിർണായകമാണ്. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം തൊട്ട് വോട്ടിങ്ങിൽ ഒരു മുന്നേറ്റവും കാണിക്കാത്ത ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് സാബുമാൻ. ഇപ്പോൾ 7,005 വോട്ട് നേടി സാബുമാൻ 13ാം പൊസിഷനിലാണുള്ളത്.